ഇന്നലെ അഖിൽ മാരാരുടെ ടൈം ലൈനിൽ ഒരു സംഗതി കാണാനിടയായി. ആക്ച്വലി ഒരു സിനിമയുടെ പ്രൊമോഷനെ ബേസ് ചെയ്തിട്ട് പുള്ളി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി ഒരു തകരാറ് വർത്തമാനം അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് മുഴുക്ക കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അഖിൽ മാരാരുടെ ടൈം ലൈനിൽ പോയി നോക്കിയാലേ അത് കാണാനും പറ്റുള്ളൂ. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പേടിയാണ്. കാരണം രാജ്യദ്രോഹി എനിക്കിട്ട് സ്ട്രൈക്ക് തരുമെന്നുള്ള പേടിയാണ്. ഇപ്പം ആരുടെങ്കിലും വീഡിയോ എടുത്ത് വെക്കാൻ ഇച്ചിരി പേടിയുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്ത് വെക്കാത്തത്. പക്ഷെ കുറച്ച് ഭാഗം ഞാനൊന്ന് പറയാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് കേൾപ്പിക്കാം എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ബേസ് ചെയ്ത് പുള്ളി ബിഗ് ബോസിലേക്ക് വരുന്നു. അവിടെ നമ്മളോട് എന്താ പറഞ്ഞത്, സൂപ്പർ ഫിലിമാണ്, എല്ലാവരും പോയി കാണണം, ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞത്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലക്ഷ്മി അഭിനയിച്ച സിനിമ, അതിലെ ഹീറോ ആരാണ്? അഭിഷേകാണ്. അഭിഷേകും വന്നിരുന്നു. അഭിഷേക് ഉൾപ്പെടെ എല്ലാവരും വന്ന് അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് പോയി. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ പൊട്ടിയതിൻ്റെ കാരണം പുള്ളി തന്നെ പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അതൊന്ന് കേൾക്കാം. കാരണം എന്താണെന്ന് അതിനകത്തുണ്ട്. ഞാൻ നേരിട്ട് നിങ്ങൾ മുടക്കിയ പൈസ അത് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടി നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ മതി. അതായത് ഒരു ബിലോ ആവറേജ് ആണ് എന്ന് സിനിമയെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ എന്നെ പരമാവധി ഈ സിനിമ അത് ഗംഭീരമാണെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ആക്കിയപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി, എന്റെ ജഡ്ജ്മെന്റ് വല്ലതും തെറ്റിയോ, ഇനി ഞാൻ കാണുന്നത് കാഴ്ച കറക്റ്റ് അല്ലേ, ഒരു പക്ഷേ ഞാൻ വിചാരിച്ച് കാണും ഇവർ പറയുന്നതായിരിക്കും ശരി, ഇവർ അതിഗംഭീര സിനിമ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സിനിമയെ നടക്കുകയും അത് പലയാവർത്തി എന്നോട് പറയുകയും ഞാൻ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തുന്ന സമയത്തും നായകനായ അഭിഷേകിനെ മാറ്റി എന്റെ പേര് അഖിൽമാർ ഇവൻ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ ആണെന്ന് അവർ പറഞ്ഞു. എടാ, നീ അത് വിശ്വസിച്ചെടാ സ്വയം പൊങ്ങി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? യവന്മാർ അങ്ങനെ പലതും ഒക്കെ പറയും. ഈ സംവിധായകൻ ബേബി ജോൺ ആണ് എന്നും അദ്ദേഹവുമായിട്ടുള്ള കലശണ്ടയിലാണ് പുള്ളിക്കാരൻ ഇപ്പം ഇത് കൊണ്ടുവന്ന് പറയുന്നത്. അപ്പം എന്താണെന്നുള്ള രത്ന ചുരുക്കം എനിക്ക് മനസ്സിലായ കാര്യം പറയാം. സിനിമ അവർ പിടിച്ചു. സിനിമ പിടിക്കുന്നതിന് മുമ്പ് പുള്ളിയോട് അവർ പറഞ്ഞു ധരിപ്പിച്ചത്, നീ വരുംകാല സൂപ്പർ സ്റ്റാർ ആണ്, അതുകൊണ്ട് നീ ഇതിനകത്ത് അഭിനയിക്കണം എന്താ പറഞ്ഞതെന്ന്. എന്നിട്ട് പുള്ളി പറയുന്നു 5 ലക്ഷം രൂപ അതിന് വേണ്ടിയിട്ട് പുള്ളി പൈസയും വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത്, സിനിമയിലെ നായകൻ അഭിഷേക് ആണെങ്കിലും ഏറ്റവും കൂടുതൽ അഖിൽ മാരാർ അഭിനയിച്ച സിനിമയാണെന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ചിറക്കുകയും പ്രൊമോഷൻ നടത്തുകയും ഒക്കെ ചെയ്തു. ഫ്രീ ആയിട്ട് പലയിടങ്ങളിലും പ്രൊമോഷൻ നടത്തി കൊടുത്തത് അഖിൽ മാരാറിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്. 1 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷന് മാത്രം എക്സ്പെൻസ് ആയി അത് അഖിൽ മാരാർ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് ഇവൻ തള്ളി മറിയുന്നത്. ഏതായാലും ഇത്രയധികം പ്രൊമോഷൻ കൊടുത്തിട്ടും ഈ സിനിമ കണ്ടത് വെറും 4000 പേരാത്രേ. അത്ര പേരെ കണ്ടുള്ളൂ എന്ന് പറയുന്നത് ആരാ? അതും അഖിൽ മാരാർ തന്നെയാണ്. സിനിമ പിടിച്ചതും സിനിമ അഭിനയിച്ചതും സിനിമ പൊളിഞ്ഞു എന്നും സിനിമ നല്ലതെന്നും ഒക്കെ പറയണ ഈ സ്വയം പൊങ്ങിയാണ്. ആകെ മൊത്തത്തിൽ പ്രശ്നം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. അഖിൽ മാരാർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അഖിൽ മാരാർ അങ്ങോട്ട് ചെന്ന് കയറിയതോ ഇവർ വിളിച്ചു കയറ്റിയതോ എന്തായാലും ഒരു സിനിമ അതിനകത്ത് പിടുത്തം നടന്നു. സിനിമ പൊട്ടി. സിനിമ പൊളിഞ്ഞപ്പോൾ അഖിൽ മാരാരുടെ രാജ്യദ്രോഹ കുറ്റവും അതിൻ്റെയോടൊപ്പം അയാളുടെ രാഷ്ട്രീയ നിലപാടുമാണ് സിനിമ പൊട്ടാനുള്ളത് എന്ന് അതിൻ്റെ ക്രൂസ് പറയുകയാണ്. ഇയാൾക്ക് ഉടനെ കുരു പൊട്ടിയിട്ട്, അതൊന്നുമല്ല, ഞാൻ ഈ സിനിമ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അഭിനയിച്ചത്, ഓൺലി 5 lakhs മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ, ബാക്കി ഞാൻ ഫ്രീ ആക്കി തന്നതിൻ്റെ കാരണം നിങ്ങൾ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ലാഭം വെച്ച് എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായത് ഈ സ്വയം പൊങ്ങിയ ലോകത്തൊരാളും ഇനി സിനിമ പിടിക്കാനോ സിനിമയ്ക്കകത്തോ എന്തിനെങ്കിലും സപ്പോർട്ടിന് വേണ്ടി വിളിക്കുകയേ ചെയ്യരുത്. പിന്നെ പരാതിയുടെ പേരും മഴയാണ് കേട്ടോ. പുള്ളി പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട് അതിനകത്ത് വരാൻ പറ്റും. ഇപ്പോൾ റിയാസൊക്കെ വന്നില്ലേ, 1 day ആണെങ്കിലും 2 day ആണെങ്കിലും അവരെത്ര ദിവസം അവിടെ നിന്നോ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും ബിഗ് ബോസ്. അത് ഒരു പക്ഷേ ഹയർ ദാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കാട്ടി ഹയർ ആയിരിക്കും. കാരണം അവരുടെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ കൂടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. മേ ബി 5 lakhs തന്നെ അഖിൽ മാരാറിന് അതിനകത്ത് ഒരു ദിവസം പോയാൽ കിട്ടുമായിരുന്നിരിക്കാം. പക്ഷേ അഖിൽ മാരാർ അവിടെ പ്രൊമോഷന് പോകുമ്പോൾ ഒരു പൈസയും കിട്ടത്തില്ല. ഇൻസ്റ്റഡ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ബിഗ് ബോസിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പ്രൊമോഷന് പോയിട്ട് വന്നു എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു. അവർക്ക് കിട്ടാനിരുന്ന ഒരു എമൗണ്ട് നഷ്ടപ്പെട്ടു. വിദേശത്ത് എവിടെയോ പോകേണ്ട ഒരു സമയത്താണ് ഇവിടെ നാട്ടിൽ ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടി വെച്ചിരുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് പുള്ളിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ മിനിമം 5 lakhs ഒക്കെയാണ് ഇയാൾ ചോദിക്കുന്നതെന്നാണ് അറിവ്.
ഹണി റോസിനൊക്കെ 5 ലക്ഷം ആണെങ്കിൽ ഇയാൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നാണ് പറയണത്. എല്ലാം ചിലവും കഴിഞ്ഞ് 5 രൂപ കൈ കൊടുക്കണമെന്നാണ് പറയണത്. മറ്റേ ഹണി റോസ് ചിലവെല്ലാം കൂടെ എടുത്തിട്ട് 5 വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൈസ പുള്ളിക്ക് നഷ്ടപ്പെട്ടു. ആകെ മൊത്തത്തിൽ ഒരു സിനിമ അഭിനയിച്ചു എന്നതിനപ്പുറം പുള്ളിക്ക് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. അങ്ങ് തുള്ളി കുതിച്ച് ആകാശത്തോളം പൊങ്ങി നിൽക്കുമ്പോൾ ഉള്ള തള്ളലി മാത്രമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അയാളുടെ കുടുംബക്കാരൊക്കെ വിലക്കി ഇത്രേ, ഇങ്ങനെ ഒരു പന്ന സിനിമയിൽ നിങ്ങൾ എന്തിനാ അഭിനയിക്കാൻ പോയേ എന്ന് പറഞ്ഞുകൊണ്ടെന്ന്. ഞാൻ പക്ഷേ ആ സിനിമയൊന്ന് കാണണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് എന്തോ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ കഥ എന്താണെന്ന് അതിൻ്റെ പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഫുൾ കഥ മനസ്സിലാകും നമുക്ക്. അതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെയല്ല അത് കാണിക്കേണ്ടത്. അതിൻ്റെ പ്രൊമോ ഉണ്ടാക്കിയവനെയാണ് അടിക്കേണ്ടത്. അവൻ അതിൻ്റെ കഥ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ ക്യൂരിയസ് ഉണ്ടാകത്തില്ല. ഇവ അതിനകത്ത് എന്താ കാണിച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് തോന്നി. പിന്നെ ഒരു ആവർത്തന വിരസത ഉണ്ടാവും. കാരണം സെയിം ഒരേപോലത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഒരു ക്യൂരിയോസിറ്റി അറിയാല്ലേ. ഈ ഒരു ഇംഗ്ലീഷിൽ മോഡൽ സിനിമയുണ്ടല്ലോ, കാട്ടിനകത്ത് പെടുന്നു, അവിടെ വെച്ച് ഇപ്പം മിക്കവാറും സിനിമകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു ക്യൂരിയസ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എൻ്റെ റിവ്യൂ ഞാൻ പറയുന്നത്. രണ്ടാമത്, ഇതിൻ്റെ റിവ്യൂ ബാഡ് റിവ്യൂ കൊടുത്തത് കൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു നഷ്ടം വന്നതാണെന്നും പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ലോകത്തുള്ള ഒരു മുഴുക്ക കുഴപ്പം, അതിൻ്റെ ക്രൂ കുഴപ്പം, അത് കണ്ടവർ കുഴപ്പം, അത് റിവ്യൂ ചെയ്തവർ കുഴപ്പം, അയാൾക്ക് പുറത്ത് പോകാൻ പറ്റാത്തത് കുഴപ്പം, മൊത്തത്തിൽ കുഴപ്പം. അയാൾ മാത്രം ശരി. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ വോയിസും കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് പുള്ളി അങ്ങ് നൈസായിട്ട് കൈ കഴുകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി അഖിൽ മാരാറിന് എവിടെ തെറ്റിയെന്നറിയാമോ? അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ. പക്ഷെ എന്താണെന്നറിയാമോ, പലപ്പം പല ഗുണങ്ങളാണ് കാണിക്കുന്നത്. നമ്മളൊരു വിഷയം പറഞ്ഞാൽ വിഷയത്തിൽ നല്ല ആധികാരികത ഉണ്ടാകണം. ആ ആധികാരികമായി പറയുന്ന വസ്തുതയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ നിലപാടുള്ള വ്യക്തികളെന്ന് പറയും. നന്നായി സംസാരിക്കാൻ അറിയുന്നത് ഒരു ക്വാളിറ്റി തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ ആ പറയുന്ന വാക്കുകൾ അത് കൃത്യമായിരിക്കണം. അതിൽ ഉറച്ചു നിൽക്കാനും പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പം രാജ്യവിരുദ്ധ നിലപാട് എടുത്തതിൻ്റെ പേര് ഒരു കേസ് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇറങ്ങി വന്നിട്ട് സംഗീസം പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ട്. പുള്ളി കോൺഗ്രസ് ഫേവറാണ്, പക്ഷെ സംഘി മനസ്സുള്ള ആളാണെന്നാണ് ഞാൻ മുൻപൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ പക്ക ഒരു ഉള്ളിലൊരു നല്ല സംഘി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അഖിൽ മാരാർ എന്ന പേര് ചേർത്ത് വെച്ചത്. അങ്ങനെ ഒരു പേര് അയാൾക്ക് ബൈബർത്ത് കിട്ടിയിട്ടില്ല, അയാളെ പേരൻസ് കൊടുത്തിട്ടില്ല, മാരാരെന്ന് ചേർത്ത് വെച്ചത് അയാളുടെ ഉള്ളിലുള്ള ഹൈറാർക്കി സ്വഭാവത്തിനെയും അതുപോലെ RSS മെന്റാലിറ്റിയെയാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആകെ മൊത്തത്തിൽ രാഷ്ട്രീയപരമായ വിയോജിപ്പാണ് അയാളുടെ സിനിമ ഫ്ലോപ്പ് ആവാൻ കാരണമെന്ന് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എങ്കിൽ പിന്നെ സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ ഫ്ലോപ്പ് ആവണ്ടേ? നല്ല സിനിമകൾക്ക് എപ്പോഴും ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഒരു ഹീറോയിനോ ബേസ് ചെയ്തിട്ട് സിനിമ സക്സസ് ആവുന്ന പരിപാടിയൊന്നും കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമകൾ ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അത് ഭയങ്കര പേര് കേട്ട നടന്മാരൊന്നും അല്ലെങ്കിൽ സക്സസ് ആവും. ജയ ഹേക്ക് നിങ്ങൾ കണ്ടില്ലേ, സൂപ്പറായില്ലേ? അത് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. ബേസിലൊക്കെ അതിന് ശേഷമല്ലേ പിന്നെ വലിയ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഇല്ല കുഴിയിൽ വീഴുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതും ഏകദേശം അതേ സിമിലർ എഫക്റ്റ് ആണ്. വലിയ പേര് കേട്ട നടന്മാരൊന്നും അല്ലായിരുന്നു, പക്ഷെ അത് സക്സസ് ആയി. കാരണം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന സിനിമകൾ എപ്പോഴും സക്സസ് ആവുക തന്നെ ചെയ്യും. കഥയിൽ വലിയ തന്തു ഉണ്ടാവണം, നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. സിനിമ സക്സസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇയാൾ പറയുന്ന കണക്കൊന്നുമല്ല. ഇവൻ ഏതാ ഒരു വാഴത്തോപ്പിൽ പോയി എന്തര അഭിനയിച്ച് 5 ലക്ഷം രൂപ വാങ്ങിച്ച് എടുത്തു എന്നുള്ളതൊക്കെയാണ്. ഇനി ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒന്നിനു മുമ്പേ മൊബൈൽ അങ്ങോട്ട് എടുക്കുക. നമ്മൾ ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ തെറ്റിയാൽ പോലും, അച്ഛൻ്റെ അമ്മയോട് പിണങ്ങിയാൽ പോലും മൊബൈൽ അങ്ങോട്ട് എടുക്കുക, നാട്ടുകാരോട് പറയുക. പിന്നെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നാട്ടുകാരെ അല്ല, വീട്ടിലുള്ളവർ തന്നെയാണെന്നുള്ള ബോധം വേണ്ടേ. ഇയാൾ ആ ഫീൽഡ് എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ കുടുംബം പോലെ തന്നെ ആയിരിക്കണം. കാരണം അയാൾക്ക് സിനിമയാണ്, അല്ലാതെ പൊളിറ്റിക്സിൽ അയാൾക്ക് ഇനി വലിയ മൂല്യമൊന്നുമില്ല. കാരണം പൊളിറ്റിക്സിൽ അയാൾ ആകെ 0 ഡിഗ്രിയിലേക്ക് പോയി. അതുവരെ അയാൾ ഇസ്ലാമിനെയും മറ്റ് ആൾക്കാരെ മറ്റ് രാഷ്ട്രീയത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി രാജ്യവിരുദ്ധ കേസ് വന്ന ഉടനെ, രാജ്യദ്രോഹിയാണെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന് വന്നത് ഉടനെ അയാളുടെ നിലപാട് പാടെ മാറ്റി സംഗീസം മാത്രം പറയാൻ തുടങ്ങിയെടുത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സാധാരണയായിട്ടുള്ള ജനങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ്. ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ആരെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യുന്നതൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഇയാളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ വന്ന ഒരു ഇതാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണെന്ന് അവർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമാണ്. ഇത്തരത്തിലൊരു കേസ് വന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ കൊണ്ടുവന്നതിലും എനിക്ക് അഗൻസ്റ്റ് ആണ്. കാരണം അത്രയും വലിയ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ഒരു രാജ്യദ്രോഹിയെ
നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഗോവിന്ദചാമിയെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം നടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? ചിലർക്ക് അതിൻ്റെ ബോധമില്ലായ്മയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ചിലരെ നമ്മൾ നീക്കി നിർത്തുന്നു? അത് ഫേക്ക് അലിഗേഷൻ ആകട്ടെ, റിയൽ അലിഗേഷൻ ആകട്ടെ, അവരെ നീക്കി നിർത്തേണ്ട കാര്യം എന്തെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യവും അതാണ്. മേൽക്കൊണ്ട് ഒരാൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറയരുത്. ഇപ്പോൾ ഒരു കൊലപാതകയെ നമ്മൾ പിടിച്ച് അതിനകത്ത് ഇടുന്നത് എന്തിനാണ്? അയാൾ കുറ്റം ചെയ്തത് കൊണ്ട് മാത്രമല്ലല്ലോ. ഇനി ഒരാൾ അത് ചെയ്താൽ ഇതായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്നുള്ളത് കൊണ്ടല്ലേ. അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് അയാളെ നീക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാരും ഇതുപോലത്തുള്ള ക്രൈമിലൊന്നും പോയി ചാടാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ജോലി പോകും. അങ്ങനെ ജോലി കളയുന്ന എന്തിനാ? ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പണിഷ്മെന്റ് ഒക്കെ ഒരു ആളുകൾക്ക് വിചിന്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇയാൾക്ക് ഇത്രയും വലിയൊരു കേസ് വന്നു, ഇത്രയും വലിയൊരു പ്രശ്നം വന്നു, എന്നിട്ടും അയാളെ നീക്കി നിർത്തുന്നതിന് പകരം അയാളെ തൂക്കി തലയെ വെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെയാണ് രാജ്യദ്രോഹി എന്ന് തോന്നും. രാജ്യദ്രോഹപരമായ ഒരു സംഗതി പറയുകയും വക്കീലിൻ്റെയും പണത്തിൻ്റെയും ബലത്തിൽ ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങി വന്ന് ഞാൻ മാന്യനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധികൾ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കണം. അതിന് ഞാനങ്ങ് ഡൽഹിക്കാരൻ്റെ വാക്ക് പറയും, കേരള സാർ 100% ലിറ്ററസി സാർ, ഇവിടെ ലിറ്ററസി കൂടുതലാണ്. അപ്പോൾ അവർ അത് ആലോചിച്ച് കണ്ടൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഈ ചങ്കി മനോഭാവം കൊണ്ട് കിടക്കുന്ന ഇവൻ്റെ വായ്ത്താളം കേട്ടുകൊണ്ടിരുന്നാണ്ടല്ലോ അടിച്ച് പൊട്ടിക്കാൻ തോന്നും. രണ്ടാമത്തെ കാര്യം, അവനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ടത്രേ, ആ ചാനലിൽ കൂടെ അവൻ സമ്പാദിക്കൂത്രേ. പിന്നെ അതും സമ്പാദിച്ചുകൊണ്ടെങ്കിൽ ഇരുന്നാൽ പോരായിരുന്നടാ വാഴെ. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ 5-6 ദിനം കൊണ്ട് വാഴപ്പറക്കി താഴേക്ക് ഇടുന്നതും ഭവാൻ എന്ന് പറയുന്നത് കണക്കാണ് അഖിലണ്ണൻ്റെ കാര്യം. അഖിലണ്ണൻ പറയുന്നതിനകത്ത് തന്നെ ആദ്യം പറയുന്നത് ആൻസർ രണ്ടാം ഭാഗത്തിലേക്ക് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇയാൾക്ക് പണ്ടേ ഇല്ല. കാരണം ഇയാൾ മുമ്പ് പറഞ്ഞൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്നും മറന്നു കാണില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇയാൾ മുമ്പ് പറഞ്ഞ എന്താണ്? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഒരു വൃത്തികെട്ട ഷോയാണ്. അതിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഫേമസ് ആകാൻ ലുലു മാളിന്റെ ഫ്രണ്ടിൽ പോയി തുണി പൊക്കി ഇരുന്നാൽ മതി എന്നാണ്. എന്നിട്ട് അതേപോലെ തന്നെ ശോഭയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തുണിയും പൊക്കി കാണിച്ച് തുണിപൊക്കിമാരാണ് ഇങ്ങനെ. തുണിപൊക്കിമാരുടെ പുതിയ പ്രസ്താവനയും പുതിയ ഇതും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്ന് അവൻ തന്നെ തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ കണ്ടത്. എനിക്കതാണ് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അഖിലണ്ണ എൻ്റെ ചാനലിനെ സ്ട്രൈക്ക് അടിക്കലടാ, പാവമാണ് ഞാൻ. എനിക്കിപ്പോൾ ഇതാണ് ഒരു പ്രശ്നമുണ്ട്, ആരെയും ഒന്നും പറയാൻ വയ്യ. എല്ലാം എനിക്ക് സ്ട്രൈക്ക് കയറിയാണ്. വിമർശനം കേൾക്കാൻ വയ്യാത്ത നാറികളെല്ലാം സ്ട്രൈക്ക് അടിക്കും, ഞാൻ സ്ട്രൈക്ക് തിരിച്ചും അടിക്കും. അത്രയേ ഉള്ളൂ. താങ്ക് യു.